ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പം നല്ല ഡിലേ ആയിട്ടാണ് ഇപ്പോൾ സ്റ്റോറി ഇടുന്നത്. ഒന്നാമത് പറയാൻ ടൈമില്ല, രണ്ടാമത് വെച്ചാൽ സ്റ്റോറി എനിക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, പിന്നെ ഫിനിഷ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആകെ 20 എപ്പിസോഡ് കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പും അതിൻ്റെ തിരക്കുകളും അതിനിടയിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുറച്ച് വലുതായത് കാരണം ആളുടെ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണല്ലോ. അപ്പം ഒന്നാമത് ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ തരില്ല, അപ്പം ആൾക്ക് കൊടുക്കണം. പിന്നെ ഉറങ്ങുന്ന ടൈമൊക്കെ കിട്ടുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം എൻ്റെ കൈ കിടന്നിട്ടാണ് ഉറങ്ങുക, അതായത് കൈയിൻ്റെ മുകളിൽ തല വെച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ രാത്രിയാണെങ്കിൽ ആൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഞാനും ടയേർഡായിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നും തീരെ പറയാൻ പറ്റാത്തത് കേട്ടോ. എല്ലാവർക്കും നല്ല ദേഷ്യം ഉണ്ടാവും എന്നറിയാം, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കേട്ടോ. അപ്പം കുറേ ആൾക്കാർ മെസ്സേജൊക്കെ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത പുതിയതെന്നൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്യുന്നവരെങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ പോവാം. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിദ്ധുവിന് ഷോക്ക് അടിച്ചിട്ട് അവിടെ വീണ് കിടക്കുകയാണ്. അപ്പോൾ റൂം ബോയ് വന്ന് നോക്കിയിട്ട് ചന്ദ്രികയോടും മലറിനോടായിട്ട് പറയുന്നുണ്ട് ആൾക്ക് പൾസ് ഇല്ല എന്നുള്ളത്. അത് കേട്ട് ചന്ദ്രിക ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, എന്താ പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ സിദ്ധു സാർ അലറിക്കൊണ്ട് വിളിച്ചിട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. കാരണം അവൾ കണ്ടൊരു സ്വപ്നമായിരുന്നു അത്. പെട്ടെന്ന് സിദ്ധു അങ്ങനെ മരിച്ചു എന്നുള്ളത് കണ്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ ഒന്നും പറ്റുന്നില്ല. അവളിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളത് അവൾക്കൊരു പേടിയായിരുന്നു. അവളെ ചുറ്റിലും നോക്കുന്ന സമയത്ത് മലര് മാത്രമാണ് തൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത്. സിദ്ധുവിനെ കാണുന്നില്ല. അവൾ വേഗം പുറത്തേക്ക് വാതിൽ തുറന്ന് പോവുകയാണ്. ആ സമയത്താണെങ്കിൽ മേഘ ആ ഒരു കുടിലിൽ തന്നെ വിശന്ന് വലഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ബോധമില്ലാത്ത അവസ്ഥയിലാണ് അവൾ ഉണ്ടായിരുന്നത്. അവൾക്ക് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരുപാട് നേരമായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ മേഘ ഇങ്ങനെ ആ സമയത്തും പിറുപിറുത്തുകൊണ്ട് ചിന്തിക്കുന്ന ഇതാണ്, മഹാറാണിയെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ ഇതുപോലൊരു ഓലക്കുടിലിൽ കൊണ്ടുവന്ന് ഇരുത്തിച്ചില്ലേ ചന്ദ്രിക. ആ സമയത്തും അവളുടെ ഉള്ളിൽ ചന്ദ്രികയോടും സിദ്ധുവിനോടൊക്കെയുള്ള ദേഷ്യവും പ്രതികാരവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും ഞാൻ വെറുതെ വിടില്ല. അവരെ രണ്ടുപേരെയും നശിപ്പിച്ചാൽ മാത്രമേ ഞാൻ ഈ അനുഭവിച്ച എല്ലാ വേദനകൾക്കും എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ തീ പോലെ ജ്വലിക്കുന്ന എൻ്റെ മനസ്സിലുള്ള കനല അടങ്ങുകയുള്ളൂ. മേഘ മനസ്സിലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥ അവിടെ പുറത്തു നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക വരുമ്പോൾ തന്നെ കാണുന്ന അതാണ്. സിദ്ധുവിനെ കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് ഉണ്ടായിരുന്നത്. കാരണം തൊട്ട് മുമ്പാണ് അവൾ ആ ഒരു സ്വപ്നം കണ്ടത്, അവൻ ആപത്ത് സംഭവിക്കുന്നതായിട്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്രിക ആദ്യം അവളുടെ താലിയിൽ പിടിച്ചതിന് ശേഷം കണ്ണ് തുടക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ ആരോടോ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാലും കുഴപ്പമില്ല, നാളെ നമ്മൾ തമ്മിൽ കാണുന്നൊക്കെ അവൻ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ചന്ദ്രിക വേഗം അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് ചന്ദ്രികയെ കണ്ടപ്പോൾ ശരി ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക ഈ സമയത്ത് നീ എന്താ ഇവിടെ? അവളാണെങ്കിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാ സാർ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും റൂമിൽ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. അല്ല, താൻ ഇനി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ വന്നപ്പോൾ താൻ ഉറങ്ങുമായിരുന്നല്ലോ. ഇല്ല, എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് ഉറങ്ങുമ്പോൾ പേടിയാവുകയാണ്, ചന്ദ്രിക സങ്കടത്തോടെയാണ് പറയുന്നത്. സിദ്ധുവിന് ചന്ദ്രിക പറഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് എന്തൊക്കെയോ ദുസ്വപ്നങ്ങളാണ് കാണുന്നത്. ദുസ്വപ്നോ? എന്ത് സ്വപ്നം? സിദ്ധു തിരിച്ചു ചോദിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചന്ദ്രിക അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച്. റൂം ബോയ് വന്നിട്ട് അവസാനം സിദ്ധാർത്ഥിന് പൾസില്ല എന്ന് കൂടി പറഞ്ഞു തീർത്ത് ചന്ദ്രിക കരയാണ്. പക്ഷെ അത് കേട്ടതും സിദ്ധാർത്ഥാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് അവൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെയാണോ കാണുന്നത്? എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിച്ച് നീ ടെൻഷനാവുകയാണോ? ഏത് നിമിഷവും എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇതുപോലുള്ള ദുസ്വപ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ചന്ദ്രിക അതിന് മറുപടിയൊന്നും പറയുന്നില്ല, അവൾ കരയാണ്. അപ്പോൾ സിദ്ധു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക, എനിക്കൊന്നും സംഭവിക്കില്ല. മഹേഷ് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഏത് നേരവും നീ ഭയന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം വരുന്നത് ചന്ദ്രിക. സർ, നിങ്ങളിത് വളരെ ലഘുവായിട്ടാണ് സംസാരിക്കുന്നത്. അത് വെറുമൊരു സ്വപ്നമാണെങ്കിൽ പോലും എനിക്കത് സഹിക്കാനാവുന്നില്ല. ചന്ദ്രികയ്ക്ക് അവളുടെ സങ്കടം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെന്നോണം സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക നീ വിഷമിക്കാതെ, എനിക്കൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എൻ്റെ ജീവൻ എൻ്റെ കയ്യിലല്ല, നിൻ്റെ കയ്യിൽ അത് ഭദ്രമായിട്ടുണ്ട്. ചന്ദ്രിക, ഇത് വെറും ഒരു ശരീരം മാത്രമാണ്. ഇത് വെട്ടിയാലും കൊന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം ഇതിനുള്ളിലുള്ള ജീവൻ നിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടാണുള്ളത്. സിദ്ധു പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സന്തോഷവും ഒരു സമാധാനവും തോന്നുന്നുണ്ട്. എങ്കിലും അവൾ അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടോ അതുപോലെ തന്നെ ഞാനും നിങ്ങൾക്കുള്ളിൽ ഭദ്രമായിട്ട് തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെക്കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ സിദ്ധു അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറയാണ്, കരയല്ലേ ചന്ദ്രിക. പെട്ടെന്ന് സിദ്ധു ചോദിക്കുകയാണ്, അല്ല ചന്ദ്രിക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നെ പ്രണയിക്കുന്നില്ല,
പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? നീ എന്തിനിങ്ങനെ വേദനിക്കുന്നത്? വായ കൊണ്ട് പറഞ്ഞാൽ മാത്രമേ ഞാൻ സാറിനെ പ്രണയിക്കുന്നുള്ളൂ എന്നാണോ അർത്ഥം? ആ അതെ. അല്ല ഞാൻ ചോദിക്കട്ടെ, എത്ര തവണ ഞാൻ നിൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്? പക്ഷെ ഒരു തവണയെങ്കിലും നീ തിരിച്ച് എൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നില്ല എന്നാണ് സാറ് വിശ്വസിക്കുന്നത് അല്ലേ? ചന്ദ്രികയും ദേഷ്യത്തോടെ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നത്. അതെ, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. സിദ്ധുവും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോഴേക്കും പറഞ്ഞു തീരാൻ നേരമില്ലാതെ ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ കവളത്ത് നോക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും സിദ്ധാർത്ഥ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം. അവൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രികയെ അതിശയത്തോടും അത്ഭുതത്തോടും കൂടിയാണ് അവൻ നോക്കുന്നത്. കാരണം അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ചന്ദ്രിക കരഞ്ഞോട് പറയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നില്ല എന്ന് മാത്രം പറയരുത് സർ. സിദ്ധാർത്ഥിന് ആകെ വല്ലാതെ ഷോക്കായിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മറുപടി ഞാൻ നിൻ്റെ അടുത്ത് നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല ചന്ദ്രിക. അപ്പോൾ ചന്ദ്രികയും വല്ലാത്ത വിഷമത്താഴെപ്പോയി. കാരണം താൻ ചെയ്തത് കൂടിപ്പോയോ എന്നൊരു തോന്നൽ അവൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നെങ്കിലും പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ മുഖത്തൊരു ചിരി വരികയാണ്. അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും സമാധാനമായി. അവളും പുഞ്ചിരിക്കുന്നുണ്ട്. എന്താ അടി? സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അത് കണ്ട് കഴിഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും സമാധാനമായി. അവളും സമാധാനത്തോടെ ചിരിക്കുകയാണ്. അത് പിന്നെ ചന്ദ്രിക ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ സിദ്ധു കാത്തു നിൽക്കുകയാണ്, എന്താണ് അവൾ അടുത്ത് പറയുന്നത് അറിയാം. പെട്ടെന്ന് ചന്ദ്രിക പറയുക, ഐ ലവ് യു സർ. അത് കേട്ടപ്പോൾ തല്ലിയതിനേക്കാളും വലിയ ഷോക്കായി പോയി സിദ്ധുവിന്. ഏയ്! സിദ്ധു കേട്ടത് വിശ്വസിക്കാനാവാതെ ചുറ്റിലും നോക്കുവാണ്. മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെ തനിക്ക് തോന്നിയതാണോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ ആരെങ്കിലും കാണുമോ എന്നൊക്കെ അവനിങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ ഇപ്പം എന്താ പറഞ്ഞത്? പറ ഐ ലവ് യു എന്നല്ലേ പറഞ്ഞത്? ചന്ദ്രിക പ്ലീസ് ചന്ദ്രിക, ഒരു തവണ കൂടെ ഒന്ന് പറയാമോ? പ്ലീസ് ചന്ദ്രിക പ്ലീസ് ചന്ദ്രിക, ഒരു തവണ കൂടി പ്ലീസ്. സിദ്ധു ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോഴേക്കും ചന്ദ്രിക ഐ ലവ് യു സർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് പോയി കെട്ടിക്കിടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ സിദ്ധുവിന് വിശ്വസിക്കാനാവുന്നില്ല. അവൻ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം ചന്ദ്രിക തന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുന്നുള്ളത് അവനെ അതിശയിപ്പിക്കുകയാണ്. സിദ്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പ്രണയഗാനം BGM പോലെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രിക എഴുന്നേറ്റപ്പോൾ അവൻ വീണ്ടും പറയാണ്, ചന്ദ്രിക ഒന്നുകൂടി ഉറക്കെ പറയാമോ ഐ ലവ് യു എന്ന്? ഒന്ന് പോ സാർ. ചന്ദ്രിക നാണത്തോടെ കൂടി പറയാണ്. എന്നിട്ട് അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു അവളോട് പറയാണ്, ചന്ദ്രിക പ്ലീസ് ചന്ദ്രിക, ഇനി ഒരു പ്രാവശ്യം കൂടെ പറ ചന്ദ്രിക, ഐ ലവ് യു. വീണ്ടും ഒന്നുകൂടി സിദ്ധുവിന് വേണ്ടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് കിടക്കുകയാണ്. ചന്ദ്രികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നിട്ട് സിദ്ധു പറയുന്നുണ്ട്, താൻ കണ്ടതൊരു ദുസ്വപ്നാണെങ്കിലും അതൊരു നല്ല കാര്യമായിരുന്നു അല്ലേ? അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ വിഷമത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. സിദ്ധു അത് വിവരിച്ചു കൊടുക്കുകയാണ്. നിൻ്റെ മനസ്സിലുള്ള പ്രണയം ഇപ്പോൾ നിൻ്റെ നാവ് കൊണ്ട് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റിയല്ലോ. ഇതുപോലുള്ള ദുസ്വപ്നാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് കേട്ടപ്പോൾ ചന്ദ്രിക അവനെ ഒരു തല്ലുവാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനോട് പറയുന്നുണ്ട്, സ്വപ്നത്തിൽ പോലും സാറിനൊന്നും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ശരി ചന്ദ്രിക, വാ നമുക്ക് റൂമിലേക്ക് പോവാം. അവർ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മേഘയുടെ അച്ഛനായിട്ടുള്ള ശരവണനും അവളുടെ സഹോദരനായിട്ടുള്ള സുരേന്ദ്രൻ കൂടി ക്ഷേത്രത്തിലാണുള്ളത്. അവർ പുതിയതായിട്ടൊരു കാറ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും കാറിന് മുന്നിൽ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മനോഹരനാണെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അയാളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതൊരു പുതിയ ക്ഷേത്രമാണ്, ഇതുവരെ ഇവിടെ അന്നദാനത്തിലൊന്നും വന്നിട്ടില്ല, കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് അയാളുടെ കണ്ണിൽ ഇവരെ രണ്ടുപേരെയും കാണുന്നത്. അവരാണെങ്കിൽ മനോഹരനെ കണ്ടതുമില്ല. അപ്പോൾ അയാളിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്, ഇതെന്താ മേഘയുടെ സഹോദരൻ പുതിയ കാറൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഓ, മേഘയെ പറ്റിച്ച് കിട്ടിയ പണത്തിന് വാങ്ങിച്ചതായിരിക്കും. കാറ് വാങ്ങാൻ മാത്രമുള്ള പണമൊക്കെ ഇവനപ്പോൾ മേഘയുടെ കയ്യിൽ നിന്നും തട്ടിച്ചിട്ടുണ്ടാവും. എടാ ദുഷ്ടന്മാരെ, മേഘ അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഓലക്കുടിലിൽ കഴിയുകയാണ്. നിങ്ങളിവിടെ പുതിയ കാറൊക്കെ വാങ്ങി ആഡംബര ജീവിതം നയിക്കുകയാണല്ലേ? എന്നിട്ട് അയാൾ അത് നോക്കി നിൽക്കുകയാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ. അപ്പോഴേക്കും പൂജാരി വന്നിട്ട് കാറിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം മനോഹരൻ വേഗം മറഞ്ഞു നിന്നിട്ട് അതൊക്കെ വീഡിയോയിലേക്ക് പകർത്തിയെടുക്കുകയാണ് മേഘയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പൂജാരി പൂജയൊക്കെ കഴിഞ്ഞ് 4 ടയറിനും ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സുരേന്ദ്രനോട് അച്ഛൻ പറയുന്നുണ്ട് കാർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ മകൻ പറയാണ് അച്ഛൻ തന്നെ എടുക്കണമെന്ന്. വേണ്ട മോൻ എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, പുതിയതായിട്ട് വാങ്ങിച്ച കാറാണ് അച്ഛൻ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനോഹരം വീഡിയോയിൽ എടുക്കുകയാണ്. രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ എടുത്തതിന് ശേഷം അവർ രണ്ടുപേരും കാറും കൊണ്ട് പോയപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, ഈ വീഡിയോ ഇങ്ങനെ തന്നെ മേഘയ്ക്ക് അയച്ചു കൊടുക്കണം. രണ്ടുപേരും കാറിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ശരവണനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ കാർ ഓടിക്കാൻ എങ്ങനെയുണ്ട്? സൂപ്പറാണ് മോനെ. ഈ കാറിന് എത്ര വിലയായി? ഒരു 8 ലക്ഷം രൂപയായി. സുരേന്ദ്രൻ മറുപടി പറയാണ്. 8 ലക്ഷം രൂപയോ? ഇത്രയും പണം നിൻ്റെ കയ്യിൽ എവിടുന്നാ? ശരവണൻ അതിശയത്തോട് ചോദിക്കുകയാണ്. അച്ഛാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ചേർന്നിട്ട് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്.
അതിൽ നിന്നും കിട്ടിയ ലാഭത്തിലാണ് ഈ കാറ് വാങ്ങിയത്. ഓ അങ്ങനെയാണോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ശരവണൻ ചോദിക്കുന്നുണ്ട്, മോനെ ഇത്രയധികം പണമൊക്കെ നമ്മൾ ചിലവാക്കുന്നുണ്ടല്ലോ, ഇന്നലെ നിന്റെ സഹോദരി പണത്തിന് വേണ്ടി ചോദിച്ച സമയത്ത് എന്തെങ്കിലും നമുക്ക് കൊടുക്കാമായിരുന്നു. അത് കേട്ടതോടെ സുരേന്ദ്രൻ്റെ മുഖം മാറുവാണ്. ദേഷ്യത്തോടെ അവൻ പറയുന്നുണ്ട്, അച്ഛാ മിണ്ടാതെ നിൽക്കച്ചാ, അവളെന്നെ ജയിലിലേക്ക് അയച്ചത് അച്ഛൻ മറന്നുപോയോ? നമ്മൾ കഷ്ടപ്പെട്ട കാലത്ത് ചേച്ചി നമുക്ക് എന്ത് സഹായമാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ നമ്മൾ നന്നായി ചേച്ചി കഷ്ടപ്പെടുന്നു. നന്നായി കഷ്ടപ്പെടട്ടെ. അല്ല സുരേന്ദർ, എന്തായാലും മേഘ നിന്റെ സഹോദരിയല്ലേ? പക്ഷേ അവൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അച്ഛാ. അവരൊരിക്കലും നമ്മളെ സഹോദരനായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇന്ന് അവരും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ശരവണൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പറയുന്നുണ്ട്, ശരി വിട്ടേക്ക് മോനെ. അവർ രണ്ടുപേരും കാർ ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അതേസമയം മഹേഷ് ആണെങ്കിൽ ആ ഒരു റിസോർട്ടിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അവർ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്ന് കാർ എടുക്കും. സിദ്ധു കാർ എടുക്കുമ്പോൾ എങ്ങനെയായാലും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാരണം കാറ് വർക്ക് ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രയോഗിച്ച കാര്യം സക്സസ് ആവും. കുടുംബത്തോടെ എല്ലാവരും ഒന്നടങ്കം തീർന്നോളും. മഹേഷ് വല്ലാതെ സന്തോഷത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത്. അതിൽ തൻ്റെ മകൾ കൂടി ഉൾപ്പെടുന്നുള്ളത് പോലും മഹേഷ് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അവനവിടെ ആ ഒരു റിസോർട്ടിന് പുറത്ത് കാറ് കാത്തു നിൽക്കുകയാണ്. സിദ്ധു ആ കാർ എടുക്കാൻ വരുന്നതും കാത്ത്. ആ സമയത്ത് 2 കോൺസ്റ്റബിൾമാർ വന്നിട്ട് മഹേഷിൻ്റെ കാറിൻ്റെ ഡോറിന് മുട്ടുകയാണ്. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ മഹേഷ് ആകെ പതറിയിട്ടുണ്ടായിരുന്നു. അയ്യോ പോലീസുകാരാണല്ലോ. അപ്പോൾ അവർ വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മഹേഷ് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. പറയൂ സാർ, കാറിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങ്. അവർ പറഞ്ഞപ്പോൾ മഹേഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇത് നോ പാർക്കിംഗ് ഏരിയ ആണ്, ഇവിടെ എന്താ വണ്ടി വെച്ച് നിൽക്കുന്നത്? അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സാർ കസ്റ്റമറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കസ്റ്റമറോ? ഏത് കസ്റ്റമർ? അത് മഹേഷ് ഇങ്ങനെ അകത്ത് നോക്കിയിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ ആൾ ഇയാളോട് പറയുന്നുണ്ട്, സാർ ഇത് അക്യൂസ്ഡ് ആണ് സാർ, ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ നിന്ന് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏയ് നീ എന്താ ഈ പറയുന്നത്? അതെ സാർ, നോക്ക് സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ എടുത്തിട്ട് മിസ്സിങ്ങിൻ്റെ ഇതിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും കുശുകുശുത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ മഹേഷ് ആണെങ്കിൽ നോക്കുന്നുണ്ട് എന്താ ഇവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാർ എന്താ നിങ്ങൾ പറഞ്ഞത്? കസ്റ്റമറിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നോ? അതെ സാർ. മഹേഷ് പറഞ്ഞപ്പോഴേക്കും, എടാ കള്ള, നീ ഞങ്ങളെ പറ്റിക്കുകയാണോ? വാട നടക്ക് സ്റ്റേഷനിലേക്ക് റാസ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് മറ്റേ പോലീസുകാരൻ. സാർ നിൽക്ക്, എന്തിനാ സാർ ഇപ്പം എന്നെ പിടിക്കുന്നത്? അവൻ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേര് മഹേഷ് എന്നല്ലേ? അയാൾ തൻ്റെ പേര് പറഞ്ഞത് കേട്ടതും മഹേഷ് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നീയല്ലേ ഈ പോസ്റ്ററിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ അവനും കൂടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹേഷിന് മനസ്സിലായി അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് തൻ്റെ ആ ഒരു പോസ്റ്റർ തന്നെയാണെന്ന്. സാർ ഇത് ഞാനല്ല സാർ, നിങ്ങൾക്ക് തെറ്റിയതാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് നടക്കാൻ നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ അവനെ പിടിച്ച് തള്ളുകയാണ്. അങ്ങനെ ജീപ്പ് എടുക്കാൻ വേണ്ടി മറ്റയാളെ പറഞ്ഞു വിട്ടിട്ട് ഇയാൾ മഹേഷിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ ജീപ്പ് എടുത്തിട്ട് അവർ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മറ്റേ പോലീസുകാരൻ മഹേഷിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മഹേഷ് ആണെങ്കിൽ പെട്ടെന്ന് അയാൾ ഒറ്റയ്ക്ക് മാത്രമാണല്ലോ ഉള്ളൂ, അയാൾ അറ്റാക്ക് ചെയ്തിട്ട് തല്ലുവാണ്. അപ്പോഴേക്കും മറ്റേ കോൺസ്റ്റബിളും പറഞ്ഞിട്ടുണ്ട്, പോലീസിൻ്റെ മേൽ കൈവെക്കുകയാണോടാ എന്നൊക്കെ ചോദിച്ചാൽ അയാളും വരുന്നുണ്ട്. പക്ഷേ മഹേഷ് രണ്ടുപേരെയും പൊതിരെ തല്ലുന്നുണ്ട്. അവർ രണ്ടുപേരും മഹേഷിൻ്റെ അത്ര ആരോഗ്യമില്ലാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ മഹേഷ് രണ്ടുപേരെയും തല്ലി നിലത്തിട്ടിട്ട് പറയുന്നുണ്ട്, എന്നെ പിടിക്കാനാണോ വന്നത്? കൊന്നുകളയും, പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നിട്ട് അവരെ രണ്ടുപേരെയും പൊതിരെ തല്ലി അവിടെ ചവിട്ടി കൂട്ടിയിട്ടിട്ട് മഹേഷ് വേഗം തിരിച്ച് വന്നിട്ട് അവൻ്റെ കാറിൽ കയറുകയാണ്. അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ട് അവന് പിന്നാലെ വരുമ്പോഴേക്കും അവൻ കാറും എടുത്തിട്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ ചന്ദ്രികയും മലരും കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ലഗേജൊക്കെ അവർ വണ്ടിയിൽ തന്നെ അവിടെ വെപ്പിക്കുകയാണ്. എന്നിട്ട് കാറിൽ കയറാൻ വേണ്ടി സിദ്ധു പോയപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അന്ന് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ഞാൻ വണ്ടി ഓടിച്ചോട്ടെ? എന്താ ചന്ദ്രിക, താൻ തന്നെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വേണ്ടാന്ന് പറയോ? തീർച്ചയായിട്ടും താൻ തന്നെ ഓടിച്ചോ. ചന്ദ്രികയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷമായി. മലർ വാ, നമുക്ക് രണ്ടുപേർക്കും വണ്ടിയിൽ പിന്നിൽ പോയിട്ടിരിക്കാം. ചന്ദ്രിക സമാധാനത്തോടെ എൻജോയ് ചെയ്ത് ഓടിച്ചോട്ടെ. ഓക്കെ അച്ഛാ. രണ്ടുപേരും കൂടെ വണ്ടിയിൽ ബാക്കിലിരുന്നിട്ട് അവരിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുൻസീറ്റിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് കുറച്ച് ദൂരം കൂടെ വണ്ടി ഓടിച്ചു. നല്ല ഹാപ്പി ആയിട്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ദൂരത്തേക്ക് മുന്നോട്ടേക്ക് എത്തിയപ്പോൾ വണ്ടി കൺട്രോൾ വിട്ടു പോകുന്നത് ചന്ദ്രികയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ശ്രദ്ധിച്ചിട്ട്. സാർ എനിക്കെന്തോ മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയും, സാർ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ബ്രേക്ക് കിട്ടുന്നില്ലെന്നോ? അതെ സാർ, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല സാർ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. വണ്ടി എൻ്റെ കൺട്രോളിൽ കിട്ടുന്നില്ല. ചന്ദ്രിക നീ പേടിക്കാതെ, നീ സ്റ്റിയറിംഗ് സ്റ്റഡിയായിട്ട് പിടിക്ക്, സിദ്ധു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രിക എത്ര ശ്രമിച്ചിട്ടും വണ്ടി അവളുടെ കൺട്രോളിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. വണ്ടി പൊളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
മുന്നോട്ടേക്ക് പോകും തോറും ചന്ദ്രികയുടെ കൺട്രോളിൽ നിന്ന് പോവുകയും എതിരെ വരുന്ന വണ്ടികൾ ഇവരുടെ വണ്ടിയെ തട്ടാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് സിദ്ധുവിനും മനസ്സിലാവുന്നില്ല. മലരാണെങ്കിൽ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.